കേരള പി എസ് സിയുടെ HST ഫിസിക്സിന്റെ ക്ലാസ്സുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്കതിൽ 4 MCQs നോക്കാം. ദ ലഗ്രാഞ്ചിയൻ ഓഫ് എ സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് ബൈ 3 ജനറലൈസ്ഡ് കോർഡിനേറ്റ് Q1, Q2 ആൻഡ് Q3 ഈസ് L is equal to half m into Q1 dot square plus L is equal to half m into Q1 dot square plus Q2 dot square plus m into Q1 dot plus Q1 dot Q2 dot plus K into Q1 dot Q3 ലഗ്രാഞ്ച് തന്നിട്ടുണ്ട്. Q1 dot Q3 where m and K are positive constant then as a function of time. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്താണ് 2 കോർഡിനേറ്റ് റിമെയിൻ കോൺസ്റ്റന്റ് ആൻഡ് 1 ഇവോൾവ്സ് ലീനിയർലി, അങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ആദ്യം ലഗ്രാഞ്ചിയസ് ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാം. in terms of the generalized coordinate Q1, Q2 and Q3. ഫസ്റ്റ് നമുക്ക് Q3 ടേംസിൽ എഴുതാം. ദാറ്റ് ഈസ് d by dt of dou L by dou Q3 dot minus dou L by dou Q3 is equal to എന്താ വരുന്നത്? 0 ആണ് വരുന്നത്. ദാറ്റ് ഈസ് d by dt of dou L by dou Q3 ഡോട്ട് ടേം ഇല്ല, മൈനസ് ഡോ എൽ ബൈ ഡോ Q3 വരുമ്പോൾ മൈനസ് കെ Q1 ഡോട്ട് ഇസ് ഈക്വൽ ടു 0 വരും. കെ Q1 ഡോട്ട് ഇസ് ഈക്വൽ ടു 0, Q1 ഡോട്ട് ഇസ് ഈക്വൽ ടു 0 വരും. ദാറ്റ് ഈസ് Q1 ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് വരും. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ Q2 ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ Q2 ഇസ് ഈക്വൽ ടു എന്താണ് 0 എന്ന് വരും. ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ Q2 ഡോട്ട് ഡോ എൽ ബൈ ഡോ Q2 ഡോട്ട് എന്ന് വരും എം Q2 ഡോട്ട് സെക്കൻഡ് ടൈമിൽ ഉണ്ട് ഒരു Q2 ഡോട്ട് പ്ലസ് സ്മോൾ എം ഇൻറ്റു Q1 ഡോട്ട് ഇനി വരുന്നില്ലല്ലോ മൈനസ് ഡോ എൽ ബൈ ഡോ Q2 ഡോ എൽ ബൈ ഡോ Q2 വരുന്നില്ല ഇസ് ഈക്വൽ ടു 0. ഈ Q1 ഡോട്ട് എന്താണ് 0 ആണ്. Q1 ഡോട്ട് 0 ആണ്, ആ ടേം 0 ആയിപ്പോൾ. ദാറ്റ് ഈസ് ഇതിന് നമുക്ക് എം ഇൻറ്റു Q2 ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു 0 എഴുതാം. That is Q2 double dot is equal to 0. That is d square q by dt square is equal to 0, or dq by dt is equal to a constant C1, or q is equal to C1t plus C2. That is it evolves linearly. Q2 ആണ് അല്ലേ, Q2 evolves linearly. ഇനി നമുക്ക് അടുത്തത് നോക്കാം. d by dt of dou L by dou Q3 dot minus dou L by dou Q3 is equal to 0. It is d by dt of dou L by dou Q3 ലെ dou Q1, Q3 എഴുതി 2 എഴുതി അടുത്ത 1, d by dt of m Q1 dot പ്ലസ് എല്ലാ ടേമിലും വരുന്നുണ്ട് അല്ലേ, സ്മോൾ എം Q2 ഡോട്ട് പ്ലസ് കെ Q3 മൈനസ് ഡോ എൽ ബൈ ഡോ Q1 മൈനസ് ഡോ എൽ ബൈ ഡോ Q1, ആ ഒരു ടേം വരുന്നില്ലല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതെന്ത് വരും? എം ഇൻറ്റു Q1 ഡബിൾ ഡോട്ട് എന്ന് വരും അല്ലേ, എം ഇൻറ്റു Q1 ഡബിൾ ഡോട്ട്. Q1 ഡോട്ട് എന്താണ് 0 ആയി, Q1 ഡോട്ട് 0 ആയി. സെക്കൻഡ് ടൈം എന്താണ് എം ഇൻറ്റു Q2 ഡബിൾ ഡോട്ട് എന്ന് വരും, എം ഇൻറ്റു Q2 ഡബിൾ ഡോട്ട്. Q2 ഡബിൾ ഡോട്ടും എന്താണ് 0 ആണ്. നെക്സ്റ്റ് K ഇൻറ്റു Q3 ഡോട്ട് ഇസ് ഈക്വൽ ടു എന്താ പറയുന്നത് 0 വരും. Q3 ഡോട്ട് ഇസ് ഈക്വൽ ടു 0, ഓർ Q3 ഈസ് എ കോൺസ്റ്റന്റ് ഇല്ലേ. അപ്പോൾ Q1 കോൺസ്റ്റന്റ്, Q3 കോൺസ്റ്റന്റ്, Q2 ഇവോൾവ്സ് linearly. 2 coordinate remain constant and 1 evolves linearly. അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. 2 coordinate remain constant and 1 evolves linearly. Next question. The Hamiltonian of a 2 particle system is H is equal to P1 P2 plus Q1 Q2, where Q1 and Q2 are the generalized coordinate and P1 and P2 are the respective canonical momenta. The Lagrangian of the system. Lagrangian equation എന്തുവാ? L is equal to sigma pi qi dot minus h അല്ലേ, sigma pi qi dot minus h. That is P1 Q1 dot plus P2 Q2 dot മൈനസ് എച്ച്. എച്ച് എന്താണ്? P1 P2
പ്ലസ് Q1 Q2 എച്ച് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ എച്ചിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? Q1 ഡോട്ട് ഇസ് ഈക്വൽ ടു ഫ്രം എച്ച് Q1 ഡോട്ട് ഇസ് ഈക്വൽ ടു എന്താണ്? ഡോ എച്ച് ബൈ ഡോ P1ഉം അതുപോലെ Q2 ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ P2 ആണ്. അപ്പോൾ Q1 ഡോട്ടിന് ഡോ എച്ച് ബൈ ഡോ P1 ചെയ്യുമ്പോൾ എന്താ വരുന്നത്? P2 എന്ന് വരും. അതുപോലെ Q2 ഡോ എച്ച് ബൈ ഡോ P2 ചെയ്യുമ്പോൾ എന്താ വരുന്നത്? P1 വരും. ദാറ്റ് ഈസ് P1 ഇസ് ഈക്വൽ ടു Q2 ഡോട്ടും P2 ഇസ് ഈക്വൽ ടു Q1 ഡോട്ടും വരും. P1 ഇസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? Q2 ഡോട്ട്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q2 ഡോട്ട് Q1 ഡോട്ട് പ്ലസ് P2 Q1 ഡോട്ട് Q2 ഡോട്ട് മൈനസ് P1 P2 വരുമ്പോൾ Q1 ഡോട്ട് Q2 ഡോട്ട് പ്ലസ് Q1 Q2. ഇതെല്ലാം Q1 ഡോട്ട് Q2 ഡോട്ട് ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്ത് വരും? Q1 ഡോട്ട് Q2 ഡോട്ട് മൈനസ് Q1 Q2. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിമെട്രിക് ടോപ്പ് മോളിക്യൂൾ. അപ്പോൾ അത് ലാസ്റ്റ് നടന്ന സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സിനോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമെട്രിക് ടോപ്പ് മോളിക്യൂൾ അതാണ് CH3Cl. CH3Cl ആണ്. CH3Cl ആണ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾ. എക്സാമ്പിൾ വേറെ എക്സാമ്പിൾ NH3C2H6 ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. അതുപോലെ അസിമെട്രിക് ടോപ്പ് എന്ന് പറയുമ്പോൾ H2O H2S അതൊക്കെ അസിമെട്രിക് ടോപ്പ്. സ്പെറിക്കൽ ടോപ്പ് വരുമ്പോൾ CH4CCl4 അതെല്ലാം സ്പെറിക്കൽ ടോപ്പിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യനും ഈ ലേറ്റസ്റ്റ് നടന്ന സയൻറ്റിഫിക് ഓഫീസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ദ വൈബ്രേഷണൽ മോഡ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. അതിൽ ഓൾ ദി മോഡ്സ് ആർ IR ആക്റ്റീവ്, വൺ മോഡ് ഈസ് IR ഇനാക്റ്റീവ്, ഓൾ ദി മോഡ്സ് ആർ IR ഇനാക്റ്റീവ്, അങ്ങനെയാണ് ഓപ്ഷൻ വന്നത്. അപ്പോൾ അതിൽ 3 എന്താണ് ഇതൊക്കെയാണ്? സിമെട്രിക് സ്ട്രെച്ചിങ് മോഡ് ഉണ്ട് അല്ലേ? സിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, സിമെട്രിക് സ്ട്രെച്ചിങ്, ബെൻഡിങ് ഉണ്ട്, അതുപോലെ അസിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്. അസിമെട്രിക് സ്ട്രെച്ചിങ്. സിമെട്രിക് സ്ട്രെച്ചിങ് മോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ബോൺ ലെങ്ത് ചേഞ്ച് വരും അല്ലേ? ബോൺ ലെങ്ത് ചേഞ്ച് വരും. ഇത് IR ഇനാക്റ്റീവ് ആണ്. ബെൻഡിങ് മോഡ് വരുന്ന സമയത്ത് ബോണ്ട് ആംഗിൾ ചേഞ്ച് വരും, മോളിക്കുലർ ഷേപ്പിന് ചേഞ്ച് വരും. ഇത് IR ആക്റ്റീവ് ആണ്. അതുപോലെ അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ ഓൺ CO ബോണ്ട് എന്ത് ചെയ്യും? സ്ട്രെച്ച് ചെയ്യും. ഇങ്ങനെയല്ലേ വരുന്നത്? ഓൺ CO ബോണ്ട് സ്ട്രെച്ച് ചെയ്യും. അടുത്ത ഓപ്പോസിറ്റ് CO ബോണ്ട് എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും. അവിടെ ബോണ്ട് ലെങ്തിനാണ് ചേഞ്ച് വരുന്നത്. അതും എന്താണ്? IR ആക്റ്റീവ് ആണ്. അപ്പോൾ ഓൺ മോഡ് ഈസ് IR ഇനാക്റ്റീവ്. അങ്ങനെ ഓപ്ഷനാണ് അവിടെ വരുന്നത്. ഓൺ മോഡ് ഈസ് IR ഇനാക്റ്റീവ്. ഇനി ഇതേപോലെ H2O മോളിക്യൂളിനും ഉണ്ട്. H2O മോളിക്യൂൾ പഠിക്കാനുണ്ട് നമുക്ക്. H2O മോളിക്യൂൾ വരുന്ന സമയത്ത് എന്താണ്? സിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, ബെൻഡിങ് ഉണ്ട്, അസിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്. എല്ലാം എന്താണ്? IR ആക്റ്റീവ് ആണ്. IR ആക്റ്റീവ്. ഇൻ കേസ് ഓഫ് വാട്ടർ മോളിക്യൂൾ IR ആക്റ്റീവ്.